നമസ്കാരം. അങ്ങനെ സാബുമോന്റെ എൻട്രി എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും ഈ പറഞ്ഞ ഒരു സാമട്ടായിട്ടല്ലേ, ഒരു പ്രകോപനവും ഇല്ലാതെ ചിരിച്ചു കളിച്ചു നിൽക്കുന്ന സാബുവിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ ഒരൊറ്റ പ്രാങ്ക് കൊണ്ട് ആ വീട് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്ത് ഇളക്കി മറിച്ചിട്ടുണ്ട് സാബുമോൻ. ആണല്ലോ, ഒന്നും ചെയ്തില്ല. ബിഗ് ബോസിന്റെ അടുത്ത് പോയി പറഞ്ഞു കൃത്യമായ ആരെയാണ് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള, ആരെയാണ് ടാർഗറ്റ് ചെയ്യാനുള്ള എന്നുള്ളതൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നോറയെ ഒരു പ്രാങ്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ബിഗ് ബോസ് അനുമതി നൽകി. അവിടെ ഒരു പ്രാങ്കിലൂടെ എല്ലാവരെയും ഇളക്കി മറിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഈ പറയുന്ന ചലഞ്ചേഴ്സ് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പോയി ചൊറിഞ്ഞാണ്, പലവരെയും പോയി ഡയറക്റ്റ് പോയി ചൊറിഞ്ഞാണ് ഇങ്ങനെയുള്ള ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാക്കിയത്. അത് പരസ്പരം അടി കൂടിയില്ലെങ്കിലും ഈ പറയുന്ന അങ്ങോട്ട്, അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നവർ അവരുടെ വീക്ക്നെസ്സിനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെടുത്തും വളരെ സൗമ്യമായി, വളരെ സന്തോഷത്തോടുകൂടി, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും അതിന്റെ ഇടയിൽ കൂടി ഡയറക്റ്റ് എന്ത് ചെയ്തു, അതായത് ഇൻഡയറക്റ്റ് ഒരു കുത്തും കൂടി കെട്ടിക്കൊടുത്തു. അവിടെ ഒരു പ്രാങ്ക് കൊണ്ടുവന്നു. ആ പ്രാങ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നോറ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ അവിടെ അപ്സര ആയിക്കോട്ടെ, ഈ പറയുന്ന ഒരാഴ്ചയായി മിണ്ടാതിരുന്ന പലരും ഇന്ന് വാ തുറന്നു. പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാർ ഇന്ന് നല്ല രീതിയിൽ വാ തുറന്നു. അതുപോലെ തന്നെ സായിക്ക് ഇന്ന് നല്ല രീതിയിൽ സായിക്ക് സംസാരിക്കാനുള്ള ഇടവ. സായി അവിടെ എന്ത് ചെയ്തു, സായി ഗെയിം റിവീൽ ചെയ്തു. പലരെ കുറിച്ച് സായി എന്ത് ചെയ്തു, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നീ നിന്റെ എന്താണ് സംഭവം, നിന്റെ ഇത് മാറ്റിയിട്ട്, അതായത് അവൻ അവിടെ എന്തായിരുന്നു ഈ പറയുന്ന റോബോട്ട് ആയിരുന്നല്ലോ സംസാരിച്ചത്, നിന്റെ ആ സംഭവം മറ്റേ പഴയ ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ റിവ്യൂവർ ഉണ്ട്, അവന്റെ ഇതിലേക്ക് വരാൻ പറഞ്ഞു. ആ ലെവലിലേക്ക് അവനെ കൊണ്ട് സംസാരിപ്പിച്ചു. ആ ലെവലിലേക്ക് അവനെ കൊണ്ട് സംസാരിച്ചപ്പോൾ വളരെ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ സായി സംസാരിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചായിരുന്നു അത് പ്രസിലായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അവൻ ഓരോരുത്തരെയും പറ്റി ഇങ്ങനെ അവരുടെ ഗെയിം എന്താണ്, അവൻ എന്താണ് അവരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാബുമോന് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പറയുന്ന വീട്ടിനകത്തുള്ള വീട്ടുകാരെല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആരെ? സാബുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. സാബു വന്ന് എല്ലായിടത്തും ചിരിച്ചു കളിച്ച് നിന്നപ്പോൾ ഇതെന്തോ അതെ പണ്ടെങ്ങനെ സീസൺ 1 ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ ഒരു പാവം പോലെ പഞ്ച പോലെ ഇരിക്കുന്നു എന്ന് ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ സാബുവിന് അവർക്ക് ആർക്കറിയില്ല. സാബു എന്ന് പറഞ്ഞാൽ വേറെ പീസാണ് അളിയെ, മനസ്സിലായത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആദ്യം നോറയുടെ കേസ്, നോറ വന്ന് നോറേനെ എടുത്തടിച്ചുകൊണ്ട് തന്നെ നോറയ്ക്ക് നല്ലതായിട്ട് നോറയ്ക്ക് എടുക്കുന്നുണ്ട്. നോറ എല്ലായിടത്തും സംസാരിക്കും പോലെ കുഴഞ്ഞ് മറ്റത് ഈ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ എന്ത് ചെയ്തു, സാബു പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ളവരെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നുള്ളത്, നിങ്ങളെടുത്ത പണിക്കാരനെ നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയതല്ലോ, അതിനു മുമ്പ് നീ ഇത് കത്തിക്കുമോ എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അവൾക്ക് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ജിൻഡോയുടെ കേസും, ജിൻഡോ വന്ന് താൻ ഇവിടെ നടത്തിയ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ സാബുവിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് സാബുവിനെ പോലുള്ള പ്ലെയറിന്റെ അടുത്ത് പറയാം. അത് സാബുവിന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജിൻഡയെ വേദനിപ്പിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പവർ ടീമിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവനെ അവിടെ നിന്ന് മാറ്റാം, ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? അപ്പൊ തന്നെ എന്ത് ചെയ്തു, പവർ ടീം അവിടെ വന്ന് ഇടപെടുകയും ഈ പറയുന്ന ജിൻഡോനെ എന്ത് ചെയ്തു, നേരെ വിളിച്ചുകൊണ്ട് പിന്നെ കിച്ചൺ അവിടെ പോയി നിങ്ങൾ ജോലി ചെയ്തോ എന്ന് പറയുകയും ചെയ്തു. മനസ്സിലായോ? അവിടെയും ആ കളി കളിച്ചു. സാബു എന്തിനാണോ വന്നത് അത് കൃത്യമായിട്ട് സാബു അവിടെ കളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എടുത്തു പറയണ മറ്റൊരു കേസ് ശ്രീരേഖയുടെ കേസ് കേട്ടോ. ആ വാച്ചറായിട്ട് ശ്രീരേഖ നമ്മളെ കുറ്റം പറയെങ്കിലും ഏതൊരു ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള അഭിനയമായിട്ടുള്ള മുഹൂർത്തം ത്രൂ ഔട്ട് ആ ക്യാരക്ടർ വിടാതെ നിന്ന ഒരേ ഒരു മത്സരാർത്ഥി ആരും ചോദിച്ചാൽ അതിന് ശ്രീരേഖയാണെന്ന് പറയും. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരേ ക്യാരക്ടറാണല്ലോ. ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ആയിട്ട് പിന്നീട് അഭിനയിച്ച് തകർത്ത നല്ല രീതിയിൽ എന്തൊരു കാര്യത്തിലും അവിടെ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് മറ്റാരുമല്ലാതെ അത് ശ്രീരേഖയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള 3 ഫ്രണ്ട്സുകളാണ്. അതായത് 3 ഫേക്കായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത 3 പേരുണ്ട്. അതിനകത്ത് നോറ, ജാസ്മിൻ, ഈ പറഞ്ഞ റസ്മിൻ, ഇവര് തമ്മിലുള്ള ഒരു അടിയാണ് കാണുന്നത്. ഈ റസ്മിനെ എല്ലാവരും കൂടി ഇങ്ങനെ പൊക്കിക്കൊണ്ട് എന്ത് കേസിനും ആർക്കെങ്കിലും സങ്കടം വന്നാലോ പിന്നെ പ്രണയം വന്നാലോ ദേഷ്യം വന്നാലോ എപ്പോഴും താങ്ങായിട്ട് ആര് വേണം, ഈ പറയുന്ന റസ്മിൻ വേണം. എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഈ പറയുന്ന അവസാനം നോക്കിയുള്ള അപ്സര വരെ ഈ പറയുന്ന റസ്മിനെ വിളിച്ചുകൊണ്ട് അവളെ തോളിച്ചാരി കിടന്ന് കരയുന്നുണ്ട്, അവളെ സങ്കടങ്ങൾ പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ ആരാണ് ഈ പറയുന്ന റസ്മിനും
ഈ പറയുന്ന നമ്മൾ ജാസ്മിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോറ വന്ന് പറയുന്നു. അവിടെ നോറ പറയുന്നത് സത്യം പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം എന്താണ്, അവിടെ സിജ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് കിച്ചണിൽ പണി ചെയ്യുന്നു. ഇവിടെ വന്ന് ഇവിടെ സ്ഥിര പരിപാടിയാണ് ജാസ്മിന്റെ സ്ഥിര പരിപാടിയാണ്. എന്താണ്, ഒരു പണിയും ചെയ്ത് എന്തെങ്കിലും അത് പണ്ട് ആരെടുത്തായിരുന്നു, ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ ഗബ്രിയുടെ അടുത്ത് എവിടെയെങ്കിലും വന്നിരുന്നിട്ട് ഒരു പണിയും ചെയ്ത് എന്തെങ്കിലും കുശുമും കുന്നായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ആരെടുത്ത് ഈ പറയുന്ന റസ്മിനടുത്ത് വന്നിരുന്നുകൊണ്ട് ഇതുപോലെ പറയുമ്പോൾ ഈ ആർക്ക് പിടിക്കുന്നില്ല, നോറയ്ക്ക് പിടിക്കുന്നില്ല. നോറ അവിടെ നിന്ന് പറയുന്നത് കൂടെ പണിയുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, റസ്മിൻ എഴിച്ചു പോകുന്നില്ല. നോറയ്ക്ക് വീണ്ടും വന്ന് പറയുന്നത് ഈ പവർ ടീമിൽ ഉള്ളതാണ്, എഴിച്ചു പോകുമെന്ന് പറയുമ്പോൾ അവിടെ ഒബ്വിയസ്ലി ആർക്ക് പിടിക്കത്തില്ല, ഈ പറയുന്ന ജാസ്മിന് പിടിക്കില്ല. ജാസ്മിൻ ഈ ബോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പോയിട്ടുണ്ട്. അതിനുശേഷം നോറ കാണിച്ചതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. നോറ അവിടെ വന്നിട്ട് ശപിക്കുന്നൊക്കെയുണ്ട്. ഈ പറയുന്ന നമുക്ക് വളരെ രസകരമായി തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാൻമണി ശപിച്ചപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയവളാണ് ഈ പറയുന്ന നോറ. എന്നിട്ട് ഞാൻ അനിയത്തിയെ കൊണ്ട് സത്യം ചെയ്യുന്നു, എന്നിട്ട് പിന്നെ ഞാൻ ഇനി നിന്റെ അടുത്ത് മിണ്ടത്തില്ല എന്നൊരു കേസ് പറയുന്നു. എനിക്ക് നിന്നോട് അറപ്പും വെറുപ്പുമാണെന്ന് പറയുന്നു. എടിയെന്ന് പറഞ്ഞ് എടിയെന്ന് വിളിച്ച് സംസാരിച്ചു. എടിയെന്ന് വിളിക്കുന്നത് കേട്ടില്ല, എന്നെ മാഡം എന്ന് വിളിക്കണോ? അത് പിന്നീട് ഞാൻ എന്റെ മനസ്സ് തൊട്ടാണ് പറയുന്നത്, നീ അനുഭവിക്കും എന്ന് ആ പറയുന്ന ടോൺ കേൾക്കണം. ഞാൻ എന്റെ മനസ്സ് തൊട്ടാണ് പറയുന്നത്, നീ അനുഭവിക്കുക. അതായത് ജാസ്മിൻ അവിടെ പോയി സംസാരിക്കുന്നത് ആർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ജാസ്മിന് സപ്പോർട്ട് ചെയ്യുന്നത് നോറയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ്. മനസ്സിലായത്? നീ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. അവിടെ സത്യം പറഞ്ഞാൽ റസ്മിന്റെ കൺട്രോൾ പോയി റസ്മിൻ എന്ത് ചെയ്യണം? റസ്മിന് പിന്നെ അറിയാലോ, ആരെങ്കിലും എവിടെയെങ്കിലും ലവ് കോംബോ ഉണ്ട് അവിടെ പോയി അവിടെ ദൂതായിട്ട് എന്നുവെച്ചാൽ അവിടെ എല്ലാം കാണുന്നവിടുത്തെ എല്ലായിടത്തും അവർക്ക് ക്രഷാണ്. ഇനിയിപ്പോ ഈ ജാസ്മിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു ക്രഷ് കൂടാൻ വേണ്ടി. ബാക്കി എല്ലായിടത്തും എല്ലായിടത്തും അവൾക്ക് ഭയങ്കര ക്രഷ്. അതിപ്പം അർജുൻ ആയിക്കോട്ടെ, ഈ പറയുന്ന പോയ ഗബ്രി ആയിക്കോട്ടെ, ഈ പറയുന്ന ആരാണ് നമ്മുടെ ശ്രീതു ആയിക്കോട്ടെ, എല്ലാവരുടെ ഇവൾക്ക് ഭയങ്കര ക്രഷാണ്. ഇവള് ക്രഷ് അടിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് വന്നത്. നിനക്ക് വേറെ ഒരു പണിയും ഇല്ല, നിനക്ക് ഇതാണ് പണി. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ലൈനുണ്ട് അതിനെ ഒപ്പിച്ചു കൊടുക്കുക, പിന്നെ അവരുടെ അടുത്ത് ക്രഷ് വന്നു അവിടെയുള്ള എല്ലായിടത്തിന്റെ അടുത്ത് ഇവൾക്ക് ഇതാണ്. പക്ഷെ അവിടെയുള്ള എല്ലാവരും ഇവളെ കൂടെ കൊണ്ട് കിടക്കുകയും ചെയ്യും. എന്തൊരു സങ്കടം വന്നാലും റസ്മിനെയാണ് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്ത് മായമാണ് അവളെ കൈകളിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്ത് മായാജാലമാണ് അവൾ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എല്ലാവർക്കും റസ്മിന് വേണം. റസ്മിന് പിണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള എല്ലാവരും തകർന്നു എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ 3 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിന്നീട് ഉടക്കുകൾ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു റസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിനെ എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ എനിക്ക് വേണ്ട എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിനെ പറഞ്ഞു വിടുന്നുണ്ട്. കാരണം നോറയായിട്ട് പിണങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ നോറ ഈ കാണിച്ചതൊക്കെ കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ്. മനസ്സിലായോ? റസ്മിനും നോറയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് റസ്മിന് ആരിടത്തും പോയി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതത്ര ശരിയായിട്ട് തോന്നുന്നു. അതുപോലെ വേറൊരു തലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ തന്നെ ശപിക്കുന്നു, മറ്റതുപോലെ സംസാരം എന്ന് വെച്ചാൽ എന്റെ സ്വന്തം പോലെ നീ ഞാൻ പറയണതല്ലാതെ വേറെ ഒറ്റ മനുഷ്യനും സംസാരിക്കരുത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ് ഈ പറയുന്നത് നോറ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. അത് റസ്മി അത്ര തന്നെ വേണം. റസ്മിന് ഞാൻ നേരെ പോയി തടവി കൊടുക്കുക. നോറയ്ക്ക് കുറച്ച് പിന്നെ തടവി കൊടുക്കുമ്പോൾ നോറയ്ക്ക് ശരിയായിക്കോളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇവിടെ പോയിന്റുകൾ കൊടുത്ത് ഫസ്റ്റ് പോയിന്റുകൾ ഏറ്റവും നെസ്റ്റിന് 100 പോയിന്റ്, ഡെന്നിന് 110, ടണലിന് 100 പോയിന്റ്. മനസ്സിലായോ? അപ്പൊ 110, അതായത് നമ്മുടെ ജിൻഡോയുടെ ടീമായ ഡെൻ ടീമിനാണ് 110 പിന്നെ പോയിന്റ് കൂടെ ഓടി അവരെ ഈ പറയുന്നതിൽ ടോപ്പ് പറ്റുകയും 2 പോയിന്റ് കിട്ടുകയും ചെയ്തു. ബാക്കി 2 പേർക്കും 100 പോയിന്റ് വെച്ച് ഈക്വൽ ആയതുകൊണ്ട് അവർക്ക് 2 പേർക്കും ഓരോ പോയിന്റ്. അപ്പോൾ നാളെ കയറാൻ പോകുന്നത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ശ്വേതാ മേനോനാണെന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. വീട്ടിനകത്ത് കയറി എന്ന് വരെ നമ്മൾ അറിയുമ്പോൾ നമ്മളെ പറയണമെന്ന് അങ്ങനെ തെറ്റാറില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.